ഹലോ ഗേസ്, പുതിയൊരു വീഡിയോ ആയിട്ട് വരികയാണ്. ഇന്ന് ചെറുക്കര അമ്പലത്തിൽ നാളെ ലാസ്റ്റ് ഉത്സവമാണ്. അതിന് മുന്നേ ഇന്ന് ഉറിയടിയുണ്ട്, നാളെ കുതിരയുണ്ട്. അപ്പോൾ കുതിരയുടെ അവസാന ഘട്ട മിനുക്ക പണികളായിട്ടുണ്ട്. ഉറിയടി അടിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പൊക്കെ അവർ വയലിൽ ഒരുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പോയി നമുക്കൊന്ന് കണ്ടു നോക്കാം. അങ്ങനെ ഞാൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. കുതിര പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാളെ കൊണ്ട് കുതിരയുടെ ഫുൾ വർക്ക് തീരും. നാളെ വൈകുന്നേരത്താണ് കുതിര എടുപ്പ്. ഇതാ ഇവിടെ ഉറിയടി ഉണ്ട് ഇന്ന് രാത്രി 9 മണിക്ക്. അതിനുള്ള വർക്കിലാണ് ഇവിടുത്തെ ചേട്ടന്മാർ. അമ്പലത്തിലെ സ്വന്തം ചേട്ടന്മാരാണ് വർക്ക് ചെയ്യുന്നത്. ഒരു മടിയും കൂടാതെ ഈ ഒരു വെയിലത്ത് ഇവിടെ എടുക്കുന്നത് ഉച്ചയ്ക്കാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് തന്നെ ഇവിടുത്തെ വെയിൽ സഹിക്കാൻ പറ്റിയില്ല. ആ വെയിലൊക്കെ വേണ്ടെന്ന് വെച്ച് ഉത്സവത്തിന് അത്രയ്ക്ക് മാത്രം. ഈ ഉത്സവം എന്ന് വെച്ചാൽ ഒരു എന്താണ് പറയേണ്ടത്, ഉത്സവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഭിമാന നിമിഷമല്ലേ, അല്ലെങ്കിൽ ആഘോഷ നിമിഷമല്ലേ. അതിനു വേണ്ടി ഇതാ അതിനുള്ള ഉറിയടിക്ക് വേണ്ടിയുള്ള വളരെ ഈ ഒരു വെയിലത്ത് ഇങ്ങനെ കിടന്ന് വർക്ക് ചെയ്യണമെങ്കിൽ അവരെ സമ്മതിച്ച് കൊടുത്തേ പറ്റത്തുള്ളൂ. അതും അവരുടെ ഉത്സവമാണ്, ഇത് നമ്മളെ ഉത്സവമാണ്. മൊത്തത്തിൽ ചെറുക്കര ഉത്സവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഉത്സവമാണ്. ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു. ഇന്ന് എഴുന്നള്ളത്തും ഉണ്ട്, നാളെ ചന്തയുണ്ട്, ചെറുക്കര ചന്തയുണ്ട്. അത് ഞാൻ വീഡിയോ എടുത്ത് കാണിക്കുന്നതായിരിക്കും. പറ്റുമെങ്കിൽ ഞാൻ ഈ ഉറിയടിയും രാത്രി വന്ന് എടുക്കുന്നതായിരിക്കും. അങ്ങനെ ഏകദേശം അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം അല്ല, ഇനി ഒരു തൂണൂടെ കെട്ടാണ്ട്. അപ്പോഴത്തേക്ക് എനിക്കൊരു ഓട്ടം വന്ന് ഞാൻ ഇത് മാത്രമേ ഇതിൽ ഇടുന്നുള്ളൂ. ബാക്കി വീഡിയോ ഞാൻ ഉറിയടി കാണുന്നതാണ്. ഇതാന്ന് വെച്ച് കഴിഞ്ഞാൽ കുതിര ഈ വഴിയാണ് എടുത്തുകൊണ്ട് പോണത്. അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. വയലിൽ നിന്ന് അങ്ങ് വരെ പൊക്കി എടുത്തുകൊണ്ട് അവിടം വരെ എത്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്ത അനുഭവമാണ്. അങ്ങനെ ഈ വെയിൽ വെയിൽ തന്നെ കണ്ണടിക്കുന്നതുകൊണ്ടാണ് കണ്ണ് അങ്ങനെ വെച്ചേക്കുന്നത്. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഓട്ടം ഉള്ളത് കൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ പോവുകയാണ്. ചെറുക്കരയിലെ ബാക്കിയുള്ള വീഡിയോയുമായി വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും